ഇനി എനിക്ക് പഠിപ്പിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മൾ ഫിസിക്സിനെ നമ്മൾ കൈനിമാറ്റിക്സ് എന്ന് ഡൈനാമിക്സ് എന്ന് രണ്ടായിട്ട് തിരിക്കും അല്ലേ. കൈനിമാറ്റിക്സും ഉണ്ട്, ഡൈനാമിക്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒന്നിൽ മോഷനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിൻ്റെ കോസിനെ പറ്റി പഠിക്കുന്നില്ല. എന്നാൽ അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഷനെ പറ്റി പഠിക്കുന്നുണ്ട്, എലോങ് വിത്ത് ദ കോസിനെ പറ്റിയും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് ആണ്. ഓക്കെ, ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്, എവരി ബോഡി continue its motion along a straight line or at rest until or unless compelled by an external unbalanced force. അപ്പോൾ ഒരു ബോഡി ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോടാ, ഒരു ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഈ ബോഡി എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഇരിക്കുന്നെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. എപ്പോൾ വരെ, അതിലൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ അതെന്താവും, അതിൻ്റെ മോഷനിൽ വ്യത്യാസം വരും അല്ലേ. പക്ഷേ അങ്ങനെ വന്നില്ല എങ്കിൽ, അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ വന്നില്ല എങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും, ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് മോഷൻ. അതായത് അത് സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി ആയിട്ട് തന്നെ ഇരിക്കും, മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ പുതിയൊരു ടേം നമ്മൾ കേട്ടു, ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാൻ കാരണം എന്താണ്, ബിക്കോസ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ ഒരു ബോഡിക്ക് അതിൻ്റെ ഇന്നബിലിറ്റിയാണ് അല്ലേ, അതിൻ്റെ എബിലിറ്റി അല്ല, അതിൻ്റെ ഒരു ഇന്നബിലിറ്റിയാണ്. എന്തുകൊണ്ട്, അതിൻ്റെ മോഷനെയോ അതിൻ്റെ റെസ്റ്റിനെയോ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബൈ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം മക്കളെ. നിങ്ങളൊരു കസേരയിൽ ഇരിക്കുകയാണ്, ഒരു ചെയറിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ആ ചെയറിൽ നിങ്ങൾ ഇരിക്കുകയാണ്, കംപ്ലീറ്റ്ലി നിങ്ങളെ കാലൊക്കെ റൈസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ചെയറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ കാറിൻ്റെ അകത്തിരുന്നോട്ട് കാറിനെ നമുക്ക് പുഷ് ചെയ്ത് മൂവ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൻ്റെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായാലോടാ? അപ്പോൾ ലോ ഓഫ് ഇനേർഷ്യ പറയുന്നത് എന്താണ്, ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുന്നത്. ഏത്, ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലേ. എവരി ബോഡി കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ along a straight line until or unless it is compelled by an external unbalanced force. ഓക്കെ ആണല്ലോടാ? അപ്പോൾ മക്കളെ ഇനേർഷ്യ എന്താണ്, ഇനേർഷ്യ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇന്നബിലിറ്റി ഓഫ് എ ബോഡി എടുത്തു പറയുന്നു, ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ along a straight line, that is called inertia. ഓക്കെ, മനസ്സിലായോടാ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ലോ ഓഫ് ഇനേർഷ്യ കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മളുടെ സെക്കൻഡ് ലോ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. ഓക്കെ, അപ്പോൾ dp/dt is proportional to f, or f is equal to k into dp/dt is equal to k into f. Okay, then what is p? P is equal to m into v. So k into f is equal to ma, or f is equal to kma, f is equal to ma. Okay, this is the formula. അപ്പോൾ the rate of change of momentum is directly proportional to the external unbalanced force acting on the body. That is called second law of Newton, second law of motion of Newton. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞത് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിലാണ് അല്ലേ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, ma. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, ന്യൂട്ടൺ. ഓക്കെ അല്ലേ? ഡൗട്ടുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ.
അപ്പോൾ ഇതാണ് F is equal to ma. അടുത്ത തേർഡ് ലോ ഓഫ് ന്യൂട്ടൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ, നമുക്ക് എല്ലാവരും എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഒക്കറിങ് ഓൺ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, അങ്ങനെയാണ്, അതാണ് നമ്മളുടെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ള അടുത്തതെന്ന് വെച്ചാൽ റീകോയിൽ ഓഫ് ഗൺ, അതായത് ഗണ്ണ് വെച്ച് നമ്മൾ വെടിവെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂടാ, അത് റീകോയിൽ ചെയ്യും അല്ലേ. റീകോയിൽ എന്ന് വെച്ചാൽ പുറകിലോട്ട് അത് വലിയും അല്ലേ. അപ്പോൾ അതിനെയാണ് റീകോയിൽ വെലോസിറ്റി എന്നൊക്കെ പറയുന്നത്. അതിനെ പറ്റിയൊക്കെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോടാ. യെസ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് ന്യൂട്ടൺ ആണ്. അപ്പോൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അടുത്തത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്തത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. These are the equation of Newton. Okay, first law, second law and third law. Understood? മനസ്സിലായല്ലോ. അപ്പം ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ആയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, അതും കൂടെ ഒന്ന് പഠിക്കാം. That is called a relative velocity. Okay, a relative velocity which is also very important for your examination. Okay, na? Relative velocity. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ റിലേറ്റീവ് വെലോസിറ്റി? ഇഫ് 2 or more bodies are in motion, രണ്ടോ അതിലധികമോ ബോഡീസ് മൂവ് ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് വെലോസിറ്റി അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് ബോഡീസ് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് RV, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? V2 മൈനസ് V1 ആയിരിക്കും. ഇത് V2, ഇത് V1. Okay, V2 minus V1 ആയിരിക്കും. If they are in the opposite direction, the relative velocity become V1 plus V2. Okay, V1 plus V2 ആയിരിക്കും എന്ത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും ഇവിടെ? V2 മൈനസ് V1 ആയിരിക്കും. സെക്കൻഡ് കേസിൽ V1 പ്ലസ് V2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ പറയുമ്പോൾ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. I can draw the diagram. The position time graph of two objects with velocities of opposite direction. അടുത്ത ക്ലാസ്സോട് ഞാൻ PPT കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. So don't worry. Okay. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ബോഡി മൂവ് ചെയ്യുന്നത് രണ്ട് ഡയറക്ഷനിലോട്ടാണ് അല്ലേ, രണ്ട് ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതാണ്. 2 പാരലൽ റെയിൽ ട്രാക്സ് റൺസ് നോർത്ത് സൗത്ത്. ട്രെയിൻ എ മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 54 km/h. അപ്പോൾ എ എന്ന് പറയുന്ന ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 54 km/h. ഓക്കെ ആണല്ലോടാ. അടുത്തത്
ട്രെയിൻ ബി ട്രാവൽ വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h. ഓക്കെ, 90 km/hലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്തായിരിക്കും ഇവിടെ? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ മക്കളെ ഇത് നമ്മൾ km/h അല്ലേ, അത് നമുക്ക് എന്താക്കാം? ആദ്യം m/s അല്ലേ. അപ്പോൾ 54 ഇൻറ്റു എത്ര വരും? 5/18 അല്ലേ. 5/18 വരുമ്പോഴത്തേക്ക് എത്ര വരും ഇവിടെ? 3 അല്ലേ. അപ്പോൾ 15 km/s എന്ന് കിട്ടും. ഇവിടെ 90 ആണെങ്കിലോ 90 ഇൻറ്റു 5/18 എത്ര കിട്ടും ഇവിടെ? 525 m/s. ഓക്കെ, അപ്പോൾ ഒന്ന് എത്ര കിട്ടി മക്കളെ? 15 m/s കിട്ടി. അടുത്ത എത്ര കിട്ടി? 25 m/s എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? വി എ. അപ്പോൾ വി എ ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? വി എ ഈസ് ഈക്വൽ ടു 15 m/s. വി ബി ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 25 m/s അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി ആണ് വേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു എ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് എഴുതാണ് നമുക്കത്? വി ബി എ അല്ലേ. അപ്പം നമുക്ക് എന്താ മക്കളെ വേണ്ടത്? വി ബി എ. വി ബി എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, വിച്ച് ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. ഓക്കെ, വി ബി മൈനസ് വി എ. അപ്പോൾ വി ബി എത്രയാണ്? -25 അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ. അപ്പോൾ വെലോസിറ്റി നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണ്ടേ. അപ്പോൾ -25 മൈനസ് 15. അപ്പോൾ എത്ര കിട്ടും മക്കളെ? -40 m/s. കാരണം നമ്മൾ പറഞ്ഞില്ലേ രണ്ടുപേരും രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ പോകുന്നത്. അതെ. അപ്പോൾ എന്ത് വരും മക്കളെ? വി ബി മൈനസ് വി എ. വി ബി ഈസ് -25 മൈനസ് 15 ഈസ് ഈക്വൽ ടു -40. ഓക്കെ, അടുത്തത് വാട്ട്സ് എ വെലോസ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അതെ, അടുത്ത ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്ത് വരും മക്കളെ? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എത്ര മൂവ് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ 0. ഗ്രൗണ്ടിൻ്റെ എത്രയാ? 0 മൈനസ് വിത്ത് റെസ്പെക്ട് ടു ബി. ബിയുടെ സ്പീഡ് എത്രയായിരുന്നു? ബിയുടെ സ്പീഡ് -25 ആയിരുന്നു അല്ലേ. അപ്പോൾ -25. അപ്പോൾ എത്ര കിട്ടും മക്കളെ? അത് 25 m/s എന്ന് കിട്ടും. അപ്പം 25 m/s ഈസ് ദ സ്പീഡ് ഓഫ് എന്ത്? ഗ്രൗണ്ട് അല്ലേ. ഗ്രൗണ്ടിൻ്റെ സ്പീഡ് എത്രയാണ്? 25 m/s. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബി അല്ലേ. ബിനെ സംബന്ധിച്ച് 25 m/s ട്രാവൽ ചെയ്യുന്നത്. അടുത്തത് വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ, that is with 80 km/h with respect to the train A as observed by a man standing on the ground. അപ്പോൾ എന്താ മക്കളെ പറഞ്ഞേക്കുന്നത്? ഒരു മങ്കി എന്ത് ചെയ്യാണ്? ഒരു മങ്കി ഓടുകയാണ് അല്ലേ. ഏതിലൂടെ? എ എന്ന് പറയുന്ന ട്രെയിനിലൂടെ ഓടുകയാണ്. വെലോസിറ്റി ഓഫ് എ മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എ എഗെയിൻസ്റ്റ് ഇറ്റ്സ് മോഷൻ. അതിൻ്റെ എഗെയിൻസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് ട്രെയിൻ പോകുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് മങ്കി എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി വെളിയിൽ നിന്ന് ഒരാൾക്ക്, ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് എത്രയെന്ന് തോന്നി? 18 m/s എന്ന് തോന്നി. ഓക്കെ, 18 m/s എന്ന് കിട്ടി. ഓക്കെ അല്ലേ. 18 m/s ആണോ? സോറി, 18 km/h. സോറി, 18 km/h. m/s അല്ല കേട്ടോ, 18 km/h. അപ്പോൾ എത്ര കിട്ടൂടാ? 5 m/s എന്ന് കിട്ടൂലേ? യെസ്. അപ്പോൾ 5 m/s എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് എന്ത് കിട്ടും മക്കളെ? -5 m/s എന്ന് കിട്ടും. VMA. അതായത് വെലോസിറ്റി ഓഫ് ആര്? മങ്കി വിത്ത് റെസ്പെക്ട് ടു എ. അത് എത്രയാണ്? -5 m/s ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ആസ് ഒബ്സർവ്ഡ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ, അപ്പോൾ എഗെയിൻസ്റ്റ് ദ മോഷൻ വെലോസിറ്റി ഓഫ് ദ മങ്കി. അപ്പോൾ മങ്കി വിത്ത് റെസ്പെക്ട് ടു ദ മാൻ ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ VM ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? VM മൈനസ് VA ആണ്. VMA. അപ്പോൾ നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് മാൻ അല്ലേ. അപ്പോൾ വെലോസിറ്റി ഓഫ് മാൻ എത്ര കിട്ടും മക്കളെ? വെലോസിറ്റി ഓഫ് മാൻ ഇസ് ഈക്വൽ ടു VMA മൈനസ് അല്ല പ്ലസ് VA.
വി എം എത്രയായിരുന്നടാ 15 മൈനസ് വി എത്രയായിരുന്നു 5. അപ്പോൾ എത്ര കിട്ടും 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മനസ്സിലായോടാ? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചാൽ മതി. അതായത് മക്കളെ, നമുക്കിവിടെ എന്താണ്, നമുക്ക് എ എന്ന് പറഞ്ഞ ട്രെയിൻ ട്രാവൽ ചെയ്യുകയാണ്. അതിൻ്റെ മുകളിലൂടെ ഒരു മങ്കി എങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് VMA is equal to 18 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ VMA is equal to 5 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് 5 മീറ്റർ പെർ സെക്കൻഡ് ആവും അല്ലേ? VMA എന്താവും? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ VMA എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? VMA is equal to VM മൈനസ് VA അല്ലേ? VM മൈനസ് VA അല്ലേ? അതെ. അപ്പോൾ VM എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ദ മാൻ മൈനസ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ, അതാണ് VA. അപ്പോൾ എന്ത് വരുവാണ് ഇത്? 5 മീറ്റർ പെർ സെക്കൻഡ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ഇസ് ഈക്വൽ ടു VM മൈനസ് VA. അപ്പോൾ VM എന്ത് കിട്ടും മക്കളെ? മൈനസ് 5 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് VA. വാട്ട് ഈസ് VA? VA ഈസ് 50. അപ്പോൾ മൈനസ് 5 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടൂടാ? 10 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? അതെ. അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വരയ്ക്കുന്ന ഗ്രാഫുകളിൽ ഏതൊക്കെയാണ് cannot be possibly represent one dimensional motion of a particle. ഫസ്റ്റ് ഗ്രാഫ് നോക്കിക്കേടാ, നിങ്ങളെല്ലാവരും നോക്കണേ. ഫസ്റ്റ് ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫ്, തേർഡ് ഗ്രാഫ്, ഫോർത്ത് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1 ഡയമെൻഷണൽ മോഷൻ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയാൽ എന്താണ്? ഫസ്റ്റ് എന്താ വന്നേക്കുന്നത്? ഫസ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് പാർട്ടിക്കിൾ കനോട്ട് ഹാവ് 2 പൊസിഷൻ അറ്റ് എ ടൈം. അപ്പോൾ ഒരു ടൈം എടുത്താൽ മക്കളെ, നമ്മളിപ്പോൾ ഒരു ടൈം എടുക്കുകയാണ്. ഇവിടെ T എന്ന് പറഞ്ഞ ടൈം എടുത്താൽ ഇവിടെയും പൊസിഷൻ വരും, ഇവിടെയും പൊസിഷൻ വരും. അപ്പോൾ 2 പൊസിഷൻ ഒരു ടൈമിൽ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? 2 പൊസിഷൻ കിട്ടും ഒരു ടൈമിൽ? ഇല്ല. ഇവിടെ അവിടെയും കാണാൻ പറ്റില്ലല്ലോ. അതെ, അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പറ്റില്ല. അടുത്തത് 2, ഇപ്പോൾ VT ഗ്രാഫാണിത്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫായിരുന്നു കേട്ടോ, പൊസിഷൻ ടൈം ആയിരുന്നു. ഇത് VT ഗ്രാഫാണ്. അപ്പോൾ ഒരു പോയിന്റിൽ 2 വെലോസിറ്റി പറ്റുമോ? ഇല്ല അല്ലേ? അല്ലേ? അതായത് ബിക്കോസ് പാർട്ടിക്കിൾ ക്യാൻ നെവർ ഹാവ് 2 വാല്യൂസ് ഓഫ് വെലോസിറ്റീസ് അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ്. ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ 2 വാല്യൂസ് വരാനായിട്ട് പറ്റില്ല, വെലോസിറ്റിക്ക് പറ്റില്ല. അപ്പോൾ അതും എന്ത് ചെയ്യില്ല, ഈ വാല്യൂ ഇതും ഫീസിബിൾ അല്ല. അടുത്തത് സ്പീഡ് ടൈം ഗ്രാഫാണ്. സ്പീഡ് ടൈം ഗ്രാഫ്. അപ്പോൾ സ്പീഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, സ്പീഡ് ഒരിക്കലും എന്ത് വരില്ലടാ, നെഗറ്റീവ് വരാൻ സാധ്യതയില്ല അല്ലേ? സാധ്യതയില്ലെന്നല്ല, സാധിക്കില്ല അല്ലേ? അപ്പോൾ ഒരിക്കലും സ്പീഡ് ടൈം ഗ്രാഫിൽ സ്പീഡ് എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആവാനായിട്ട് പാടില്ല. അതുകൊണ്ട് അതും പോസിബിൾ അല്ല. അടുത്തത് എന്താണ് മക്കളെ? പാത്ത് ലെങ്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. ഇത് പാത്ത് ലെങ്ത് ആണ്, ടോട്ടൽ പാത്ത് ലെങ്ത്. ഇത് ടൈം. ഇപ്പോൾ പാത്ത് ലെങ്ത് ഒരിക്കലും ഡിക്രീസ് ചെയ്യാൻ പറ്റില്ല. പാത്ത് ലെങ്ത് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. എപ്പോഴും എന്ത് ചെയ്യണം? ഇവിടെ ഇൻക്രീസ് ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കണം.
ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫ് എന്തായിരുന്നു? പൊസിഷൻ ടൈം ഗ്രാഫ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പോയിന്റിൽ ഒരു ടൈമിൽ രണ്ട് പൊസിഷൻ ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. ദാറ്റ്സ് വൈ ഫസ്റ്റ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ. സെക്കൻഡ് ഗ്രാഫ് എന്താ പറഞ്ഞത്? സെക്കൻഡ് ഗ്രാഫ് ഈസ് എ VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരുന്നു. അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ രണ്ട് വെലോസിറ്റി അക്യൂർ ചെയ്യുന്നു. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? ഒരു പോയിന്റിൽ, അതായത് ഒരു ടൈമിൽ രണ്ട് വെലോസിറ്റി പോസിബിൾ ആണോ? അല്ല. അടുത്തതാണെങ്കിൽ നമുക്ക് സ്പീഡ് ടൈം ഗ്രാഫാണ്. സ്പീഡ് ഒരിക്കലും എന്തായിട്ട് വരില്ല? നെഗറ്റീവായിട്ട് വരില്ല. സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, പക്ഷെ വെലോസിറ്റി ആയിരുന്നെങ്കിൽ നെഗറ്റീവ് വരാം, പ്രശ്നമില്ല അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് വന്നത് സ്പീഡ് നെഗറ്റീവായിട്ട് വന്നു. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അടുത്തെന്താ വന്നത്? പാത്ത് ലെങ്ത് ടൈമും ആണ്. ഇപ്പോൾ പാത്ത് ലെങ്ത് ടൈമും കൂടെ വന്നപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ഒരിക്കലും അത് പോസിബിൾ അല്ല. കാരണം പാത്ത് ലെങ്ത് മസ്റ്റ് ഓൾവേസ് ഇൻക്രീസിങ്. പാത്ത് ലെങ്ത് എപ്പോഴും എന്ത് ചെയ്യണോടാ? ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായല്ലോ? സംശയമുണ്ടോ? ഇല്ലല്ലോടാ? ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. The graph shows the velocity time graph. Okay. This T1, T2, T3, this is T4 and T5. Okay. അപ്പോൾ ഇതാണ് വെലോസിറ്റി ആണ്. ആൻഡ് ദിസ് ഈസ് ദ ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതാണ് ഡ്രോ ദ കറസ്പോണ്ടിങ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം മക്കളെ, ഏതൊക്കെ റീജിയനിലാണ് ആക്സിലറേഷൻ ഉള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഇൻക്രീസ് ചെയ്യല്ലേ വെലോസിറ്റി? ഇൻക്രീസ് അല്ലേ പോകുന്നത്? അപ്പോൾ ഈ വെലോസിറ്റിക്ക് എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടടാ? ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഈ റീജിയനിൽ എന്തുണ്ടടാ? ആക്സിലറേഷൻ ഉണ്ട്, വിച്ച് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ T1, T2, T1, T2, T3 വരുമ്പോഴത്തേക്ക് അതിനെന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ അത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ T3 വന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? കട്ട് ഓഫ് ചെയ്യുന്നു. T3 വന്ന് അത് നിൽക്കുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാ? T4 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ T4 സ്റ്റാർട്ട് ചെയ്തിട്ട് T5 ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ വരയ്ക്കാം? ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? മക്കളെ? ആക്സിലറേഷൻ ഓൺ y ആക്സിസ് and time on x axis. Initially constant acceleration, then acceleration becomes 0 അല്ലേ? ഈ ഒരു റീജിയനിൽ ആക്സിലറേഷൻ ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0. പിന്നെ ഇവിടെ എന്താണ്? റിട്ടാർഡേഷൻ ആണ് അല്ലേ? നെഗറ്റീവ് സൈഡിലായിട്ടാണ് വരുന്നത് അല്ലേ? നെഗറ്റീവ് അല്ലേ? കാരണം ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരൂടാ? അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ വരുന്നത് A ആണ്. ഇത് T3, T4, T4ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യൂടാ? സോറി, T4 and this is T5 അല്ലേ? മനസ്സിലായില്ലേ? T4 T5ലും അതിന് റിട്ടാർഡേഷൻ ആണ്.
T1 T2 T3 വരെ അതിനെന്താണ് ആക്സിലറേഷൻ ആണ്, പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള വാല്യൂസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ, നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ മക്കളെ ഞാൻ പറഞ്ഞു നമ്മളുടെ ഗ്രാഫ് ഓഫ് നമ്മളുടെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ തരുന്നത്? വെലോസിറ്റിയാണ് തരുന്നത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് തരുന്നത്? വെലോസിറ്റിയാണ് തരുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ തരുന്നത്? ആക്സിലറേഷൻ ആണ് തരുന്നത് അല്ലേ? അതിൻ്റെ ഏരിയ എന്താ തരുന്നത്? ഏരിയ തരുന്നത് എന്താണ്? ഏരിയ ഇൻഡിക്കേറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഏരിയ എന്താണ് കാണിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? അപ്വേർഡ് പരാബോള ആയിരിക്കും അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അപ്വേർഡ് പരാബോള ആയിരിക്കും. നെഗറ്റീവ് ആണ് ആക്സിലറേഷൻ എങ്കിൽ ഡൗൺവേർഡ് പരാബോള ആയിരിക്കും. ഓക്കെ. യൂണിഫോം മോഷൻ്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? യൂണിഫോം മോഷൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം അല്ലേ? അതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ there is change in velocity അല്ലേ? There is change in velocity and that velocity changes may or may not be uniform. Okay, understood? Yes. But these are the things that we have to conclude in this class, and if you have any queries, please feel free to ask, and we can do some problems on the next class based on the first chapter and this chapter, and after that we will dealing with motion in a plane. Okay, thank you.